കേരളത്തിലെ ജനപ്രിയ ട്രെയിനുകളിൽ ഒന്നായ ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിലാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 3:25 ഈ ട്രെയിൻ പുറപ്പെടുക. ഞങ്ങൾ തലേ ദിവസം തന്നെ ഈ വീഡിയോ ആരംഭിക്കാനുള്ള കാരണം, ഇനി നാളെ രാവിലെ വരുന്ന സമയത്ത് ശക്തമായ മഴയുണ്ടെങ്കിലോ ഈ സ്റ്റേഷന്റെ നല്ലൊരു കാഴ്ചയൊന്നും എന്തായാലും ഇരുട്ടത്ത് കാണാനായി സാധിക്കില്ലല്ലോ. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഇവിടെ തന്നെ ഒരു നെയിം ബോർഡ് ഉണ്ട്. 3 ഭാഷകളിലായി ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത് കാണാം. സ്റ്റേഷൻ്റെ കോഡ് GUV എന്നാണ്. ഗുരുവായൂരിൽ റെയിൽവേ ലൈൻ, നമ്മുടെ ട്രാക്കൊക്കെ അവസാനിക്കുന്നത് അങ്ങാ ഭാഗത്താണ്. അവിടെ വരെയാണ് നമ്മുടെ ഒരു റെയിൽവേ ലൈൻ ഉള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇത് ഗുരുവായൂർ ചെന്നൈ വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ റേക്ക് ഷെയറിങ്ങുള്ള മറ്റൊരു വണ്ടി കൂടിയുണ്ട്, ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചർ. ഇത് വൈകുന്നേരമാണ്. ഇതിപ്പോൾ ഇനി നേരെ തൃശ്ശൂരിലേക്ക് പോവുക. ഈ ട്രെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പം വൈകുന്നേരം 6:10 തൃശ്ശൂർ പാസഞ്ചറായിട്ട് പോകും. എന്നിട്ട് അവിടെ ഒരു 45 മിനിറ്റിനുള്ളിൽ എന്തായാലും എത്തും. എന്നിട്ട് അവിടുന്ന് രാത്രി 8:10 വീണ്ടും ഗുരുവായൂർ പാസഞ്ചറായിട്ട് ഇങ്ങോട്ട് വരും. ഒരു 8:40 ആകുമ്പം ഇതിവിടെ എത്തും. എന്നിട്ട് 11:15 ചെന്നൈ വണ്ടിയായിട്ട് ഇവിടുന്ന് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടൈമിങ്. ഇവിടെ ഗുരുവായൂർ എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ കാണാം. ഞങ്ങൾ ഈ ട്രെയിനിൽ ചെന്നൈക്ക് മോർന്ന് ഗുരുവായൂർ വരെ യാത്ര ചെയ്തതാണ് സ്ലീപ്പർ ക്ലാസ്സിൽ. ഇനി എന്തായാലും ഒരു യാത്ര ഗുരുവായൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് എന്തായാലും പോകാം. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെ മെയിൻ പ്ലാറ്റ്ഫോം ഇതാണ്. ഇത് തന്നെയാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഞങ്ങളിവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വന്ന സമയത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഏകദേശം പൂർത്തിയായി എന്ന് പറയും. ഇവിടെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. നിലവിലിവിടെ നവീകരണം നടക്കുകയാണ്. ഇപ്പോൾ സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവിടെയാണ്. ഈ ഭാഗത്താണ് പാർക്കിംഗ് ഒക്കെ വരുന്നത്. ഇവിടെയും 2 വീലർ പാർക്കിംഗ് ആണ്. ഞങ്ങളിനി നേരെ റൂമിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. കിഴക്കേ നടയുടെ ഭാഗത്താണ് ഞങ്ങൾ ഈ ഒരു റൂം എടുത്തത്. 24 മണിക്കൂർ നേരത്തേക്ക് ഈ ഒരു നോൺ AC റൂമിന് ഞങ്ങൾക്ക് വന്ന വാടക 800 രൂപയാണ്. ഇപ്പോൾ രാത്രി 9:30 കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ താഴെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ വളരെ കുറച്ച് നേരം മാത്രമേ ഉറങ്ങാനുള്ളൂ. ഒരു 1:30 ആകുമ്പോൾ ഉറങ്ങി കഴിഞ്ഞേക്കണം. അപ്പൊ ഇനി നാളെ രാവിലെ മുതൽ കാണാം. രാവിലെ 2:20 കിഴക്കേ നടയുടെ മുന്നിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ 3 മണിക്കാണ് നട തുറക്കുക. രാവിലെ തന്നെ ഇവിടെ അത്യാവശ്യത്തിന് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ റൂം എടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിലും വളരെ അടുത്ത് തന്നെയാണ്. ഇനി രാവിലെ മഴയൊന്നുമില്ല കേട്ടോ. ഞാൻ മഴയൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. നേരെ നടന്നു പോവാം. ഗുരുവായൂരിൽ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ പണി കാരണം ബസ്സുകളൊക്കെ ഇപ്പോൾ ഈ ഒരു പുറത്താണ് ഉള്ളത്. ഞങ്ങൾ ഇന്നലെ വന്നിറങ്ങിയതും ഈ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നടന്നിപ്പോൾ സ്റ്റേഷൻ്റെ മുൻഭാഗത്തെത്തി. രാവിലെയുള്ള ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ചയാണിത്. ഇവിടെ ഇത്രയും തിരക്ക് വരാൻ കാരണം ഇപ്പം മധുരയിൽ നിന്ന് ഗുരുവായൂരേക്കുള്ള എക്സ്പ്രസ് വന്നതേ ഉള്ളൂ. 2:20. ഇനിയിപ്പം അകത്ത് കയറി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ കയറി. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി നമുക്ക് പോകാനുള്ള ഇന്റർസിറ്റി ഓൾറെഡി വന്നിട്ടുണ്ട്. റോയാപുരത്തിൻ്റെ WP7 ആണ് തിരുവനന്തപുരം വരെ ഇതിനെ നയിക്കുന്നത്. ഈ ട്രെയിൻ രാത്രി 12:15 തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നതേ ഉള്ളൂ. ഇവിടെ അധിക സമയമൊന്നും ഇല്ല വണ്ടി. പിന്നെ ഈ മുൻഭാഗത്ത് തന്നെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇതിന് റേക്ക് ഷെയറിങ് പറയുകയാണെങ്കിൽ ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം തിരുച്ചിറപ്പള്ളി ഇന്റർസിറ്റി, അതുപോലെ തിരുച്ചിറപ്പള്ളി താമ്പരം വണ്ടിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ നമ്പർ വരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഇന്നത്തെ വണ്ടീൻ്റെ നമ്പർ 163-41. നമുക്ക് ഏറ്റവും പുറകിൽ പോയിട്ട് കയറാം. 2:34 ഇപ്പോൾ. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കയറാണ്. ഇതിലൊരുപാട് സീറ്റുകളുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടിരിക്കാം. ഞങ്ങൾ ഈ ഒരു ഇടത് ഭാഗത്തുള്ള ഈ 2 സീറ്റിലാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം സ്റ്റേഷനുകൾ കൂടുതലും ഈ ഭാഗത്ത് തന്നെയാണ്. ആൾക്കാർ വരുന്നതേ ഉള്ളൂ. പിന്നെ ഫാനും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഓണായി. അത്യാവശ്യത്തിന് നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ഗുരുവായൂരിൽ നിന്നും തിരുവനന്തപുരം വരെ ഒരാൾക്ക് അൺറിസർവ്ഡ് എന്ന ടിക്കറ്റ് ചാർജ് 120 രൂപയാണ്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ആയാലും സർക്കാർ ഉദ്യോഗസ്ഥരായാലും ഇതിലുണ്ടാവില്ല. അല്ലാത്ത നോർമൽ സമയമാണെങ്കിൽ നല്ല തിരക്കാണ്. പല സമയത്തും ഈ ട്രെയിനെ കണ്ടിട്ടുണ്ട്. അൺറിസർവ്ഡിലൊക്കെ എറണാകുളത്തിന് ശേഷം നല്ല തിരക്കാണ്. അതുപോലെ തന്നെ
ഇനിയിപ്പോൾ അങ്ങോട്ട് അധികം ഞങ്ങളുടെ ഫേസ് ഉണ്ടാവില്ല കേട്ടോ, കാരണം നമുക്ക് സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ട്രെയിൻ പുറപ്പെടാൻ ഇനിയൊരു 40 മിനിറ്റോളം ഉണ്ട്. വിൻഡോയുടെ മുകൾ ഭാഗത്തായിട്ടാണ് ചാർജിങ് പോയിൻ്റൊക്കെ വരുന്നത്. സി ടൈപ്പും USB ആണുള്ളത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3:25 തന്നെ ഇതാ ട്രെയിൻ എടുത്തു. ഗുരുവായൂരിനും തിരുവനന്തപുരത്തിനിടയിൽ ഈ ട്രെയിൻ ആകെ 21 സ്റ്റോപ്പുകളാണുള്ളത്. ഈ ട്രെയിനിൽ തന്നെ ചെയർകാറും സെക്കൻഡ് സീറ്റിങ്ങുകളും ഉണ്ട് റിസർവേഷനായിട്ട്. ഞങ്ങൾ അതൊന്നും തന്നെ എടുത്തില്ല, ഒരു അൺറിസർവ്ഡ് യാത്ര തന്നെ ആകാമെന്ന് കരുതി. സെക്കൻഡ് സീറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ സീറ്റിംഗ് വരുന്നത് ഫേസ് ടു ഫേസ് ആണ്. അതായത് നമ്മുടെ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി, കോഴിക്കോട് ജനശതാബ്ദി ഇല്ലേ, അതിൻ്റെയൊക്കെ സീറ്റിംഗ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അത് വേറെ കാര്യം. പിന്നെ അതിനേക്കാൾ എത്രയോ നല്ലത് തന്നെയാണല്ലോ അൺറിസർവ്ഡ്. ഗുരുവായൂരിൽ നിന്ന് ആദ്യം പുറപ്പെടുന്ന വണ്ടി ഇത് തന്നെയാണ്. നല്ല വൃത്തിയുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണികളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആയിരുന്നു പണ്ട് റിട്ടയറിംഗ് റൂമൊക്കെ ഉണ്ടായിരുന്നത്, അതിപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. നേരത്തെ സ്റ്റേഷൻ പൂങ്കുന്നം. ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റത് 1:30 കേട്ടോ. എന്നിട്ടാണ് ഫ്രഷായി നേരെ സ്റ്റേഷനിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു 5-6 മണിയൊക്കെ ആകുമ്പം നല്ല ഉറക്കം വരുമല്ലേ? നല്ല ഉറക്കം വരും. പിന്നെ ഞങ്ങൾ മാക്സിമം എന്താ പറയുക ഉറങ്ങാതിരിക്കാൻ തന്നെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ഇന്റർസിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിരാവിലെ തന്നെയാണല്ലോ ഗുരുവായൂരിൽ പുറപ്പെടുന്നത്. തിരുച്ചിറപ്പള്ളി ഡിവിഷനാണ് കേട്ടോ ഈ ഒരു വണ്ടിയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ട്രെയിനിന്റെ റേക്ക് ഷെയറിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ 3:25 ഗുരുവായൂരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 9:30 ആകുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് എത്തും. ശേഷം 11:35 തിരുച്ചിറപ്പള്ളി ഇന്റർസിറ്റി ആയിട്ട് പോകും. അവിടെ ഒരു രാത്രി ഒരു 7:45 ആകുമ്പോഴത്തും അത് മധുര തിരുനെൽവേലി വഴിയൊക്കെയാണ് പോകുന്നത്. കൂടാതെ തന്നെ ഒരു പുതിയൊരു വണ്ടി കൂടിയായിട്ടും റേക്ക് ഷെയറിങ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതിലൊരു 8 മാസം മുന്നേ യാത്ര ചെയ്ത സമയത്ത് ICF ഉത്കൃഷ്ടാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇത് LHP ആയത്. ആ സമയത്ത് തന്നെ പുതിയതായിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട്. അത് പറഞ്ഞാൽ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് താമ്പരത്തേക്ക് പോകുന്ന ഇന്റർസിറ്റിയാണ്. ആഴ്ചയിൽ 5 ദിവസമാണ് അത് ഓടുന്നത്. രാവിലെ 5:35 തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് എടുത്ത് തഞ്ചാവൂർ വഴി പോയിട്ട് താമ്പരത്ത് നിന്ന് 12:30 എത്തും. അതേ ദിവസം തന്നെ 3:30 താമ്പരത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാത്രി 10:45 ആകുമ്പോഴത്തേക്കും തിരുച്ചിറപ്പള്ളി എത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 7:15 തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരം ഇന്റർസിറ്റി ആയിട്ട് വരും. 3:30 ഒക്കെ ആകുമ്പോഴത്താണല്ലോ തിരുവനന്തപുരത്ത് എത്തുക. എന്നിട്ട് വൈകിട്ട് 5:30 ഗുരുവായൂർ ഇന്റർസിറ്റി ആയിട്ട് വന്നിട്ട് രാത്രി 12:20 ആകുമ്പോഴത്തേക്കും ഗുരുവായൂരെത്തും. ഇതാണ് ഈ ട്രെയിനിന്റെ ഒരു റേക്ക് ഷെയറിങ്ങിന്റെ പൊതുവായിട്ടുള്ള ടൈമിംഗ് പറയുന്ന കാര്യം. 3:50 ട്രെയിൻ ഇതാ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇവിടെ നിന്നൊന്നും ഈ സമയത്ത് ആരും കയറാനൊന്നുമില്ല. തൃശ്ശൂരിൽ നിന്നുണ്ടാവും എന്തായാലും. 3:55 ട്രെയിൻ ഇതാ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടുന്ന് കയറാൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നാല് 21 ട്രെയിൻ ഇപ്പോൾ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല മഴയാണിപ്പോൾ. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടുന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു കോച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായി. ഇനി അടുത്ത സ്റ്റോപ്പ് ചാലക്കുടി. എന്തായാലും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മഴയില്ലാത്തത് അതൊരു ഉപകാരമായി. രാവിലെ തന്നെ മഴ കിട്ടിയാൽ ഇല്ലാത്തൊരു അസ്വസ്ഥതയായേനെ. 4:29 ട്രെയിൻ ഇതാ ചാലക്കുടി സ്റ്റേഷനിൽ എത്തുകയാണ്. മഴയുണ്ട് ഇപ്പം. ഈ മഴ പെയ്തത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് അധികം ഇങ്ങോട്ട് വരാൻ പറ്റണില്ല.
എല്ലാവരും രാവിലെ കുടയിൽ നിന്ന് എടുക്കണമെന്നില്ലല്ലോ. 4:49 അങ്കമാലിയിലേക്ക് ഇതാണ് ട്രെയിനെത്തി. ഇവിടുന്ന് വണ്ടി എടുത്തു. തൃശ്ശൂരിന് ശേഷം ഉണ്ടാ മഴ. സ്റ്റോപ്പ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ രാവിലെയുള്ള ഒരു കാഴ്ച. സോളാർ പാനലുകളൊക്കെ കാണാം. അവിടെ റൺവേയില് ഒരു വിമാനമുണ്ട്. ഇതാ ഇത് എയർ ഇന്ത്യ ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അതിൻ്റെ ചിറക് മാത്രം കാണുന്നുണ്ട്. പിന്നെ 5 മണിയായി. ട്രെയിൻ ഇത് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടുന്ന് നമുക്കറിയുന്ന അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് റിസോർട്ടിൽ. 5:25 ട്രെയിൻ ഇത് എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടുന്ന് ഇപ്പം 5:10 കോട്ടയം വഴിയുള്ള വഞ്ചിനാട് എടുത്ത് പോയതേ ഉള്ളൂ. അരൂർ പാലം. ഇപ്പോഴും മഴയുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്ന് നമ്മളിത് ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുകയാണ്. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. അഞ്ച് 54 ട്രെയിൻ ഇത് തുറവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ ഡബിൾ ലൈനിൻ്റെ വർക്കുകളൊക്കെ നടക്കുകയാണ്. അതിലൂടെയാണ് ആ ഒരു പുതിയൊരു ലൈനൊക്കെ വരിക. തുറവൂർ ചെറിയൊരു വളവിലാണ് സ്റ്റേഷൻ. 6:05 ട്രെയിൻ ഇത് ചേർത്തല റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് മാരാരിക്കുളമാണേ. അവിടുന്ന് മിക്കവാറും നമ്മൾ വേറൊരു വണ്ടീനെ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്. ഇതാ ഇവിടുന്ന് ട്രെയിൻ എടുത്തു. വീണ്ടും മഴക്കുള്ളൊരു സാധ്യത കാണുന്നു. മഴക്കാർ നല്ലുണ്ട്. ഇരുട്ട് കയറി വരികയാണ്. സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമൊക്കെ ഇതാ ഇവിടെയാണ്. ധൻബാദ് എക്സ്പ്രസ്സിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. ആറ് 17 മാരാരിക്കുളത്തേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ഇതാ കടന്നു വരുന്നത് കാണാം. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്സിനെ പറ്റി പറയുമ്പോൾ ഈ ട്രെയിനിൽ ഞങ്ങൾ ധൻബാദിൽ നിന്ന് ആലപ്പുഴ വരെ യാത്ര ചെയ്തിട്ടുണ്ട്. മുഴുവൻ യാത്ര. ഈ ട്രെയിനിൻ്റെ സ്ലീപ്പർ ക്ലാസ്സൊക്കെ വളരെ മോശമാണ്. ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആണ് ഈ കാണുന്നത്. ഞങ്ങൾ ആലപ്പുഴയിൽ വന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്റർ ഇല്ല ഇനി. സ്റ്റേഷനിലേക്കുള്ള പുതിയ കവാടമാണ്. നിലവിലിവിടെ ആലപ്പുഴയിൽ നവീകരണം നടക്കുകയാണല്ലോ. നല്ല അടിപൊളി
റെയിൽവേ സ്റ്റേഷനായി മാറുകയാണ്. 6:33 ട്രെയിൻ ഇത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ട്രെയിൻ വന്നത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ ഇപ്പോൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് വരും. മിക്കവാറും അത് വന്നിട്ടേ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുക്കാനുള്ള സാധ്യതയുള്ളൂ. AC വെയിറ്റിംഗ് ഹാളാണ് ഇവിടെ. ഈ ട്രെയിനിൻ്റെ റേറ്റ് ഷെയറിംഗ് ഉള്ളത് മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ആയിട്ടാണ്. ഇതിന് മുഴുവനും ദേശാഭിമാനിൻ്റെ പരസ്യമാണ്. 6:54 ട്രെയിൻ ഇപ്പോൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. വലിയൊരു വളവാണ്. ചേർക്കാറൊക്കെ അങ്ങ് മുന്നിലാണ്. 2 ചേർക്കാറുകളെ ഇതിനാകെ ഉള്ളൂ. മഴയൊക്കെ പെയ്ത് പോയതിനു ശേഷം ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. ഒരു കൂട്ടം പക്ഷികൾ കൂട്ടത്തോടെ പോകുന്നത് കാണാം. നല്ല പച്ചപ്പാണ് ഈ ഭാഗം. ഏഴ് 10 ട്രെയിൻ ഇത് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് കായംകുളം ജംഗ്ഷൻ. കോട്ടയം ഭാഗത്ത് നിന്ന് വരുന്ന ലൈനാണിത്. ട്രെയിൻ ഇപ്പോൾ കായംകുളം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 5:10 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട വഞ്ചിനാട് എക്സ്പ്രസ് ഇതുവരെ കായംകുളത്ത് എത്തിയിട്ടില്ല. അതൊരു 3 കിലോമീറ്റർ കൂടെ ഉണ്ട് കായംകുളത്തേക്ക്. നമ്മളിതാ എത്തുകയാണ്. ഇത് വഞ്ചിനാട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. വഞ്ചിനാട് എത്തി. കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു, പക്ഷെ കാണാൻ പറ്റി. വഞ്ചിനാട് നമ്മളെന്തായാലും ആദ്യം പോകുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മുടെ അടുത്ത് വിസിലടിച്ചു. ട്രെയിൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് ഇതാ നമ്മുടെ ട്രെയിൻ എടുത്തു. ഏഴ് 37 കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. നമ്മളിപ്പോൾ മൺട്രോത്തുരുത്തിൻ്റെ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. മൺട്രോത്തുരുത്തിലേക്കായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ട്രെയിനിൽ വന്നിറങ്ങി ഒരു തോണിയൊക്കെ എടുത്ത് ഒരു യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട്, മൺട്രോത്തുരുത്ത്.
ഇത് ചെറിയൊരു സ്റ്റേഷനാണ്. അഷ്ടമുടി പെരുമൺ പാലം. എട്ട് 15 ട്രെയിൻ ഇതാ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇത് താമ്പരം കൊല്ലം. ഇന്ന് രാവിലെ വന്ന കൊല്ലം മെയിൽ. ഇതിന് വൈകുന്നേരം 4 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുക. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു വളവാണ്. എട്ട് 31 ട്രെയിൻ ഇതാ മയ്യനാട് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരു ആദ്യ സമയത്ത് ഈ ഇൻ്റർസിറ്റി ഇവിടെ നിർത്താതെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റിവേഴ്സ് ചെയ്ത് വന്നിട്ടാണ് നിർത്തിയത്. അതൊരുപാട് മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു അത്. അതിൻ്റെ ബാക്കി എന്താണെന്നറിയില്ല കേട്ടോ. അന്നത്തെ ആ ഒരു ലോക്കോ പൈലറ്റിനൊക്കെ എന്തായിരിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക. സസ്പെൻഡ് ആയിട്ടുണ്ടാവോ, അതിൻ്റെ ബാക്കി എന്താണെന്ന് അറിയില്ല. 8:38 ട്രെയിൻ ഇപ്പോൾ പരവൂരിലെത്തി. ഇത് തിരുവനന്തപുരത്ത് നിന്ന് മദർ ജംഗ്ഷനിലേക്ക് പോകുന്നൊരു സ്പെഷ്യൽ ട്രെയിനാണ്. അതായത് അജ്മീറിനടുത്തുള്ള ഒരു സ്ഥലമാണ് മദർ. കേരളത്തിൽ നിന്ന് അജ്മീറിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണിത്. ഇത് സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇത് നിർത്തിയേക്കാം. ഇത് ഈ സമയത്ത്, അതായത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഈ ട്രെയിൻ ഓടുന്നുണ്ടോയെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇത് പെട്ടെന്നാണല്ലോ നിർത്തുന്നത്. 8:50 ട്രെയിൻ ഇതാ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ നിലവിലിപ്പോൾ നവീകരണമാണ്. ട്രെയിൻ ഇപ്പോൾ കഴക്കൂട്ടത്തെത്തിയേ. ഇവിടെ നിലവിൽ ട്രെയിൻ സ്റ്റോപ്പൊന്നുമില്ല. ഇവിടെ 10 മിനിറ്റോളായി വണ്ടി നിർത്തിയിട്ട് തന്നെ. ഇവിടെ നിർത്താൻ കാരണം ഇപ്പോൾ സെൻട്രലിൽ സ്ലോട്ട് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ആകാം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ്, അതായത് തിരുവനന്തപുരം പേട്ടയിൽ ഈ വണ്ടിക്ക് നിലവിൽ സ്റ്റോപ്പ് ഉണ്ട്. ഇവിടുന്ന് വണ്ടി എടുക്കുന്നേ ഇല്ലല്ലോ. തിരുവനന്തപുരം നോർത്ത്, അതായത് കൊച്ചുവേളി. ഇതിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകുന്ന കേരള എക്സ്പ്രസിന്റെ MT റേക്കാണ്. കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ഷണ്ടിങ് ചെയ്ത് സെൻട്രലിലോട്ട് കൊണ്ടുപോകും. അതിൽ ഓൾറെഡി ഷണ്ടിങ് ലോക്ക് ഉണ്ട്. 9:40 ട്രെയിൻ ഇതാ തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. പിന്നെ അടുത്ത് തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ. സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ് കേട്ടോ. ഗുരുവായൂരിൽ നിന്നും 303 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 9:49 ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ ട്രെയിനിന്റെ കോച്ചുകളുടെ കണക്ക് പറയുകയാണെങ്കിൽ 2 ചെയർകാറും 3 സെക്കൻഡ് സീറ്റുകളാണ് ഉള്ളത്. ബാക്കി മുഴുവനും അൺറിസേർവ്ഡും. ഗുരുവായൂർ മുതൽ ഇവിടെ വരെ ഈ 2 സീറ്റിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റതേ ഇല്ല. ഇനിയിപ്പോൾ ബാഗൊക്കെ എടുത്തോ. ഈ ട്രെയിനിലെ
സെക്കൻഡ് സീറ്റിംഗ് ഇങ്ങനെയാണ്. ഇതൊരു അലമ്പ് സീറ്റിംഗ് പൊസിഷനാണ്, അതായത് ഫേസ് ടു ഫേസ്. ഞങ്ങൾക്കിത് ഇഷ്ടമല്ല. ഇതെടുക്കാത്തതിൻ്റെ മെയിൻ റീസണും ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങാം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. നിലവിലിപ്പോൾ ഇവിടെ നവീകരണമാണ്. പഴയ റിസർവേഷൻ കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നത് അവിടെയാണ്, അതൊക്കെ പൊളിച്ചു. ഇവിടെ ഇപ്പോൾ നിലവിൽ റെയിൽവേൻ്റെ റിട്ടയർ റൂമും ഇല്ല. ഇനിയിപ്പോൾ നേരെ പുറത്തിറങ്ങി നമുക്ക് ആദ്യം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. തിരുവനന്തപുരം KSRTC ബസ് സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലെത്തിയ. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇന്ത്യൻ കോഫി ഹൗസ്. നമ്മൾ വന്ന ട്രെയിനില്ലേ, അതിനി ഇവിടുന്ന് റേക്ക് ഷെയറിങ് ചെയ്ത് നേരെ തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകും. 11:35 ഇവിടുന്ന് പുറപ്പെടുക. രാവിലെ നേരത്തെ ഉറങ്ങിയെഴുന്നേറ്റാണല്ലോ, അതായത് 1:30 ഞങ്ങൾ ഉറങ്ങിയെഴുന്നേറ്റു. ഇനിയിപ്പം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം, ഒരു റൂം എടുക്കണം. എന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ നേരെ രാമേശ്വരത്തേക്ക് പോവുകയാണ്. രാമേശ്വരം യാത്രയാണ് അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മാരത്തോടെ ബൈ.